Hi and welcome to the new video. In this video, I'll be discussing about root mean square value of an AC quantity or RMS value of an AC quantity. ഇപ്പോൾ അത് കറണ്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക IRMS എന്നാണ്. അപ്പോൾ എന്താണ് ഈ IRMS എന്നുള്ളത് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഇക്വാലന്റ് ഡി സി വാല്യൂസ് ആണ് ഈ ഐ ആവറേജ് ആയാലും IRMS ആയാലും. ഐ ആവറേജ് എന്ന് പറഞ്ഞാൽ സെയിം എമൗണ്ട് ഓഫ് ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന ഡി സി കറണ്ട് എന്ന് പറഞ്ഞാൽ അതേപോലെ IRMS എന്ന് പറഞ്ഞതിനും ഒരു ഫിസിക്കൽ മീനിങ് ഉണ്ട്. ഇറ്റ് ഈസ് ദാറ്റ് വാല്യൂ ഓഫ് ഡി സി കറണ്ട് which flows through a given circuit produces the same amount of heat അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ആസ് that produced by an alternating current passing through the same circuit for the same time. ഒരു സർക്യൂട്ടിൽ കൂടെ ഒരു എ സി കറണ്ട് കടന്നു പോകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ആ സെയിം ഹീറ്റ് ഉണ്ടാക്കാൻ അതേ സർക്യൂട്ട് കൂടെ അതേ സമയത്തിൽ കടത്തി വിടേണ്ട ഡി സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് നമ്മൾ IRMS എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് വരാം. മറ്റോടത്ത് ആ ഒരു മിഡ് ഓർഡിനേറ്റ് മെത്തേഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് പ്രകാരം നമ്മളുടെ ഈ IRMS എന്താണെന്നുള്ളത് ജസ്റ്റ് ഇതിൻ്റെ പേരിൽ നിന്ന് നോക്കി തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഓരോ ഓർഡറിൽ പോകാം. എന്താ ഒരു സ്ക്വയർ വാല്യൂ ആണ്, സ്ക്വയർ ആണ് ആദ്യം പറയുന്നത്. സോ സ്ക്വയർ ചെയ്യണം, എല്ലാ ആൾക്കാരും പിടിച്ചിട്ട് എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. ഇപ്പോൾ I1 I2 I3 പോണതെങ്കിൽ I1 സ്ക്വയർ പ്ലസ് വാട്ട് I2 സ്ക്വയർ പ്ലസ് എക്സിട്ര സേ അപ് ടു IN ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും, എക്സിട്ര IN സ്ക്വയർ. അപ്പോൾ അതെടുത്തു. ഇനി അതിൻ്റെ എന്താ മീൻ വേണം. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ ഇനി എന്താ പറയുന്നത്, റൂട്ട്. അപ്പോൾ ഇതിൻ്റെ എന്ത് എടുക്കണം, സ്ക്വയർ റൂട്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ എന്താവും എന്നാണ് പറയുന്നത്, RMS വാല്യൂ ആവുന്നതാണ്. അപ്പോൾ ഇതാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂവിനുള്ള സിമ്പിൾ. നമുക്ക് ഈ ഓരോ മിഡ് ഓർഡിനേറ്റുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ ഇത് വെച്ചിട്ടല്ല ഈ RMS വാല്യൂ കണ്ടുപിടിക്കുന്നത്, നമ്മളത് ഡിറൈവ് ചെയ്യുന്നുണ്ട് എക്സ്പ്രഷൻ. അതിൻ്റെ എന്താ പറയുക, RMS വാല്യൂനുള്ള എക്സ്പ്രഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സൈൻ വേവ് ആയിരുന്നല്ലോ. അപ്പോൾ ആ സെയിം സൈൻ വേവിൻ്റെ കേസിൽ വെച്ചിട്ട് നമുക്ക് എക്സ്പ്രഷൻ വരിക IRMS ആണ്. IRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം നേരത്തെ പറഞ്ഞ ഒരു കേസ് വെച്ചിട്ട് വരുമ്പോൾ IRMS ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ IRMS എടുക്കാൻ ഇവിടുത്തെ കേസിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതായത് ഒരു സെക്കൻഡ് ജസ്റ്റ് വേണമെങ്കിൽ നമ്മൾ സൈൻ വേവ് ഒന്ന് വേഗം വരയ്ക്കാം. 𝜔t ഇത് നമ്മളുടെ I. അപ്പോൾ ഇതിൽ ഉണ്ട് നമ്മളുടെ എന്ത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് വേവ് ഫോം. ഇത് നമ്മളുടെ പോസിറ്റീവ് IM, ഇത് മൈനസ് IM. ഇതാണ് നമ്മളുടെ കറണ്ട് വേവ് ഫോം. ഇതൊക്കെ അറിയാലോ. ഇതിൽ നമുക്കറിയാം I = എന്താണ്, IM sin 𝜔t ആണ്. അതൊക്കെ അതേപോലെ തന്നെ ഇവിടെ RMS ആണ്, റൂട്ട് മീൻസ് സ്ക്വയർ ആണ്. സ്ക്വയർ ആണെന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നേരത്തെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഏരിയ ആണ്. അപ്പോൾ ഇതിൽ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്ക്വയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ഹാഫ് സൈക്കിൾ നിർത്തേണ്ട കാര്യമില്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമായിട്ട് നിർത്തേണ്ട കാര്യമില്ല. സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്തായിട്ട് തന്നെ വരിക, പോസിറ്റീവ് തന്നെ. അപ്പോൾ നമുക്കൊരു ഫുൾ സൈക്കിൾ തന്നെ എടുക്കാം. അപ്പോൾ ഫുൾ സൈക്കിൾ എടുക്കുക എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് 0 to എന്ത് തന്നെ ചെയ്യാം, 2π തന്നെ ചെയ്യാം. എന്തിനാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, സ്ക്വയർ ഓഫ് കറണ്ടിനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഡിവൈഡഡ് ബൈ ബേസ് എന്ന് പറയുന്നത് ഇവിടെ എന്തുണ്ട്, 2π ഉണ്ട്. ഇതിൻ്റെ എന്തെടുക്കണം, സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാലാണ് നമ്മളുടെ എന്തായി മാറുന്നത്, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആവുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതിന് റൂട്ട് ആദ്യം തന്നെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ആദ്യം ഞാൻ ചെയ്യുന്നത് IRMS സ്ക്വയർ എന്താണെന്ന് നമുക്ക് കാണാം. എന്നിട്ട് അപ്പോൾ ഇത് 1/2π അങ്ങോട്ട് പുറത്തേക്ക് മാറ്റി വയ്ക്കുന്നു. ഇൻറ്റഗ്രൽ ബാക്കിയുള്ളത് 0 to 2π I സ്ക്വയർ d𝜔t. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നിട്ട് അവസാനം നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാം. 1/2π ബാക്കി അത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ 0 to 2π അതേപോലെ തന്നെ ഇട്ടു. I സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും, IM സ്ക്വയർ സൈൻ സ്ക്വയർ 𝜔t. അത് ശ്രദ്ധിക്കുക, സൈൻ സ്ക്വയർ 𝜔t d𝜔t എന്നുള്ള രീതിക്കാണ് വരിക അല്ലേ. അപ്പോൾ ഇത് വരുമ്പോൾ എന്ത് വരും, IM സ്ക്വയറിനെ എനിക്ക് പുറത്തേക്ക് എടുക്കാം. സോ IM സ്ക്വയർ ഡിവൈഡഡ് ബൈ 2π. ബാക്കി ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇൻറ്റഗ്രൽ 0 to 2π എന്തിനാണ്, സൈൻ സ്ക്വയർ 𝜔t d𝜔t ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ സൈൻ സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സൈൻ സ്ക്വയറിനെ മാറ്റാനുള്ള ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻ നമുക്കറിയാം. സൈൻ സ്ക്വയർ 𝜔t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - cos 2𝜔t ഡിവൈഡഡ് ബൈ 2 ആണ്. ഈ ഒരു എക്സ്പ്രഷൻ അവിടെ ഇട്ടിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ IM സ്ക്വയർ ബൈ 2π ഇൻറ്റഗ്രൽ 0 to 2π എന്ത് വരും, ഇതിന് പകരം ഞാനിവിടെ എന്ത് എഴുതുന്നു, 1 - cos 2𝜔t ഡിവൈഡഡ് ബൈ 2. അത് വേണമെങ്കിൽ ആ 2നെ വേണമെങ്കിൽ നമുക്കിവിടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അത് ഇവിടെ 2 × 2 എന്നുള്ള രീതിക്ക് വരും. അപ്പോൾ ഇവിടെ ഇതിനെ എന്ത് ചെയ്താൽ മതി, ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ IM സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π വരും. ബാക്കി ഇൻറ്റഗ്രേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇത് 𝜔t ആയിട്ട് മാറും. cos 2𝜔t ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്താവും, sin 2𝜔t
ഡിവൈഡഡ് ബൈ എന്ത് വരും, ഒരു 2 കൂടിയും വരും. ലിമിറ്റ് 0 to 2π. ഇനി അവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, im² ഡിവൈഡഡ് ബൈ 4π. അപ്പർ ലിമിറ്റ് കൊടുക്കുക, ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യം വരില്ല, കാരണം 0 ഇട്ട് കൊടുത്താൽ 𝜔t 0 sin 0 0 ആയി പോകും. അപ്പോൾ അപ്പർ ലിമിറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും, 2π വരും. ഇനി അടുത്തത് sin 2 കൊടുത്തു കഴിഞ്ഞാൽ 4π ആയി മാറും. അപ്പോൾ sin 4π എന്താണ്, 0 ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ വരാൻ പോകുന്നത്. ഇതിൽ എന്ത് ക്യാൻസൽ ആവും, 2 ക്യാൻസൽ, 5 ക്യാൻസൽ ആവും, 2 ക്യാൻസൽ ആയിട്ട് ഇവിടെ എന്താവും, 2 വരും. അതായത് നമുക്ക് IRMS² നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്, im²/2 എന്നാണ് കിട്ടുക. അപ്പോൾ therefore നമ്മളുടെ IRMS എന്ന് പറയുന്നത് എന്ത് വരും, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. സോ സ്ക്വയർ റൂട്ട് എടുത്താൽ എന്ത് വരും, im/√2. ഇതാണ് നമ്മളുടെ RMSൻ്റെ വാല്യൂ വരുന്നത്. അല്ലെങ്കിൽ 0.707 im എന്ന് കിട്ടും. 1/√2 ആണ്. √2 എന്ന് പറഞ്ഞാൽ 1.414 ആണ്. 1/1.414 എന്ന് പറഞ്ഞാൽ 0.707 ആണ്. ഇതാണ് RMS വാല്യൂ ഓഫ് കറണ്ടിനുള്ള എക്സ്പ്രഷൻ. ഇത് നമുക്ക് ആവശ്യം വരുന്നതാണ്, കാണാണ്ട് അറിഞ്ഞിരിക്കണം. സോ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ IAVG = 2im/π. ഇതാണെങ്കിൽ IRMS = im/√2. ഓക്കെ, ഇത് പ്യുവർ സൈനുസോയിഡലിൻ്റെ കേസിലാണ്. വോൾട്ടേജ് ആണെങ്കിൽ 2 Vm/π എന്ന് എഴുതണം. ഇത് ആകുമ്പോൾ Vm/√2 എന്ന് എഴുതണം എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക.